ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ വിദ്യാഭ്യാസ മന്ത്രിക്ക് തുറന്ന കത്തുമായി SSLC പരീക്ഷ എഴുതാനൊരുങ്ങുന്ന വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും. പരിഷ്കരിച്ച സിലബസ് പ്രകാരമുള്ള ചോദ്യപേപ്പർ കുട്ടികൾക്ക് താങ്ങാനാകുന്നില്ല എന്നാണ് പരാതി. പരീക്ഷാ മൂല്യനിർണ്ണയത്തിൽ പരിഗണന നൽകണമെന്നതാണ് ആവശ്യം. ഗോപാൽ ഷിരാസറൽ വിവരങ്ങളുമായി. ഗോപാൽ, എന്താണ് ഇപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ചേർന്നുള്ള ഈ തുറന്ന കത്തിൽ ആവശ്യപ്പെടുന്നത്? സ്മൃതി, നേരത്തെ തന്നെ ഈ സിലബസ് പരിഷ്കാരം വന്നപ്പോൾ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും വലിയ ആരോപണവും പരാതികളും ഉന്നയിച്ചതാണ്. നിലവിൽ പരിഷ്കരിച്ച സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വലിയ പഠനഭാരം നൽകുന്നതാണ് എന്നും വിദ്യാർത്ഥികൾക്ക് മാനസികമായി സമ്മർദ്ദം ഉണ്ടാക്കുന്നതാണ് എന്ന തരത്തിലേക്ക് വലിയ പരാതികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ വിഷയം വീണ്ടും ഉയർന്നു വരാനുള്ള കാരണം കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഒരു പൊതുപരിപാടിയിൽ വ്യക്തമാക്കിയിരുന്നു. അടുത്ത വർഷം മുതൽ ഹൈസ്കൂളിലെ പ്രത്യേകിച്ച് SSLCയിലെ സിലബസ് 25% കുറയ്ക്കുമെന്നും അത് വിദ്യാർത്ഥികളുടെ പഠനഭാരം കൂടുതലാണ് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതും പരിഗണിച്ചാണ് എന്ന് അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വർഷത്തെ കുട്ടികൾ എന്തു ചെയ്യും എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും രംഗത്ത് വന്നിരിക്കുന്നത്. അടുത്ത വർഷം 25% പാഠഭാഗങ്ങൾ കുറയ്ക്കുന്നത് അത് ഉചിതമായ തീരുമാനം തന്നെയാണ്. വിദ്യാർത്ഥികൾ പഠനഭാരം കൊണ്ട് പൊറുതിമുട്ടുന്നുവെന്നത് സ്വന്തം വീടുകളിൽ തന്നെ ഇവർ കാണുന്ന കാര്യമാണ് എന്നും, പക്ഷേ അപ്പോഴും അടുത്ത വർഷത്തെ വിദ്യാർത്ഥികളെ കൺസേൺ ചെയ്യുന്ന വിദ്യാഭ്യാസ മന്ത്രി ഈ വർഷത്തെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൂടി പരിഗണന നൽകേണ്ടതാണ് എന്ന ആവശ്യം ഈ തുറന്ന കത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾ